നമസ്കാരം. രാമായണ ദർശനത്തിലെ മറ്റൊരു ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വല്ലാതെ കൗതുകം തോന്നിയ കഥാപാത്രമാണ് ജാംബവാൻ. രാമരാവണ യുദ്ധത്തിൽ ആസൂത്രണം, വൈദ്യം, ഉപദേശം എന്നിവയായിരുന്നു ചുമതല. ശ്രീരാമനു വേണ്ടി യുദ്ധം ചെയ്ത കരടി സേനയുടെ തലവനുമായിരുന്നു. ലക്ഷ്മണനെ രക്ഷിക്കാനുള്ള ഉദ്യമത്തിൽ ഹനുമാനെ ഊറ്റം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ തന്ത്രശാലി. രാമായണത്തിലെ അങ്ങേയറ്റം വിവേകശാലിയായ കഥാപാത്രം ചിരഞ്ജീവി. രാമായണത്തിൽ മാത്രമല്ല, ഏതാനും നൂറ്റാണ്ടുകൾ കഴിഞ്ഞെഴുതിയ മഹാഭാരതത്തിലും കഥാപാത്രമായി തിളങ്ങി. ഹനുമാൻ, പരശുരാമൻ, നാരദൻ തുടങ്ങിയ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടിയ ഭാഗ്യം. രാമായണത്തിൽ നേരിട്ട് ആയുധമെടുത്ത് യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ശക്തി കുറവായതുകൊണ്ടല്ല, തക്ക ബോധ്യമുള്ളതുകൊണ്ടാണ്. മഹാഭാരതത്തിലെ ഒരു സിംഹത്തിനെ തല്ലിക്കൊന്ന കരുത്തനാണ്. അവിടെ സാക്ഷാൽ ശ്രീകൃഷ്ണന് പോലും 3 ആഴ്ച പൊരുതേണ്ടി വന്നു ജാംബവാനെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ. രാമായണത്തിലാവട്ടെ മഹാകരുത്തനായ രാവണൻ സകലരെയും ജയിച്ചു മുന്നേറിയപ്പോൾ ജാംബവാൻ പാഞ്ഞു ചെന്ന് നെഞ്ചിൽ ഒരു ചവിട്ട്. ദശമുഖൻ വീണുപോയെന്ന് മാത്രമല്ല, തിരിച്ചുപോയി ക്ഷീണം മാറ്റി മടങ്ങി വരേണ്ടി വന്നു. അതാണ് കരുത്ത്. മഹാരാഷ്ട്രയിലാണ് ജാംബവാന്റെ ഏകക്ഷേത്രം. നമ്മൾ കേരളീയരല്ലാതെ വേറെ ആരും ജാംബവാനെ ഉപയോഗിച്ച് പണ്ടങ്ങാണ്ട് എന്ന അർത്ഥത്തിൽ ഇതേതോ ജാംബവാന്റെ കാലത്ത് നടന്നതല്ലേ എന്ന ഉപമ ഉണ്ടാക്കിയിട്ടില്ല. മറ്റൊരു മലയാള ബന്ധവും മണക്കുന്നു. കാരണം മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന സമയത്തും വാമനനൊപ്പം ജാംബവാനുണ്ട്. അങ്ങനെ വിഷ്ണുവിന്റെ 3 അവതാരങ്ങൾക്ക് സാക്ഷി നിന്ന മഹാസാന്നിധ്യമാണ് ഈ വിവേകിയായ ബലവാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.